ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും ബി.ജെ.പിക്ക് വലിയ വോട്ട് വർധന ഉണ്ടാകുന്ന മണ്ഡലമാണ് തൃശൂരിലെ മണലൂരെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ അനീഷ് കുമാർ. ഇത്തവണ വിജയമുറപ്പാണ്. ജനങ്ങളുടെ യഥാർത്ഥ വിഷയങ്ങളും വികസന പ്രശ്നങ്ങളും ഉയർത്തിയാണ് എൻ.ഡി.എ പ്രചാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ഇത്തവണ നടത്തുന്നതെന്നും അനീഷ് കുമാർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തൃശൂർ ജില്ലയിലെ ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമായി മണലൂർ ഇതിനോടകം മാറിക്കഴിഞ്ഞു. ടി.എൻ. പ്രതാപനും പ്രൊഫസർ സി രവീന്ദ്രനാഥിനുമെതിരെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റായ കെ അനീഷ് കുമാറാണ്. സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയൊരു മത്സരമാണ് ജില്ലയിലെ പ്രബലരായ എതിരാളികൾ. എങ്ങനെ നോക്കിക്കാണുന്നവരെ? അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. മണലൂര് മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 62,000 വോട്ട് പിടിച്ച 9,000 വോട്ടിന്റെ ലീഡ് നേടിയിട്ടുള്ള മണ്ഡലമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്തും 10,000, 20,000 വോട്ട് വെച്ച് വർദ്ധിക്കുന്ന മണ്ഡലമാണ് ബി.ജെ.പിയെ സംബന്ധിച്ച്. മണലൂർ മണ്ഡലത്തിൽ വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത് ബി.ജെ.പി മാത്രമാണ്. രണ്ട് മുന്നണികൾക്കും ഇവിടെ വികസനത്തിന്റെ കാര്യം മിണ്ടാൻ സാധിക്കില്ല. കാരണം കഴിഞ്ഞ 70 വർഷക്കാലം ഈ മണ്ഡലത്തെ മാറി മാറി പ്രതിനിധാനം ചെയ്ത് ഇടതും വലതുമാണ്. ആ പ്രതിനിധാനം ചെയ്ത ആളുകൾക്ക് വീണ്ടും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പുതിയ മുഖങ്ങളെ പരീക്ഷിക്കേണ്ട അവസ്ഥ അവർക്ക് ഇവിടെ സംജാതമായിട്ടുള്ളത്. ഈ പരാമർശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഗുരുവായൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ എൻ.ഡി.എ സ്ഥാനാർത്ഥി നടത്തിയ ചില പരാമർശങ്ങൾ ചർച്ചയായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില വിവാദങ്ങൾ കൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവന്ന ബി.ജെ.പി CPM ഡീലടക്കമുള്ള ആരോപണങ്ങളുണ്ട്. അതേ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ, അത്തരം ഘടകങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുമെന്ന് കരുതുന്നു. അല്ല, ഞങ്ങള് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം, ആ വികസനം കേരളത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുന്ന വിഷയം. വസ്തുതകൾ പറയുന്നത് ഒരിക്കലും പെരുമാറ്റച്ചട്ട ലംഘനമാവില്ല. വസ്തുതകൾ പറയുന്നത് തെറ്റായിട്ടുള്ള ഫാക്ട് പറഞ്ഞ് വർഗീയ ധ്രുവീകരണമോ മതവികാരം ഇളക്കി വിടാനോ ഒക്കെ ശ്രമിക്കുന്നത് മാത്രമാണ് ചട്ടലംഘനം എന്ന് പറയുന്നത്. ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം ഫാക്ട് പറയുന്നത് അതെങ്ങനെയാണ് ചട്ടവിരുദ്ധാവുക? ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. താമര വിരിഞ്ഞ തൃശ്ശൂരിൽ നിയമസഭയിൽ താമരപ്പൂക്കൾ ഒരുപാടെണ്ണം വിരിയാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും. നിങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്കപ്പുറം വലിയ വിജയം കേരളത്തിൽ ബി.ജെ.പി സ്വന്തമാക്കും. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്തും കേരളത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടുന്ന പാർട്ടി ബി.ജെ.പി മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ നിരവധി സീറ്റുകൾ ബി.ജെ.പി പിടിച്ചെടുത്തായിരിക്കും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം വ്യക്തമാണ്. മണലൂർ മാത്രമല്ല, കേരളത്തിലെ മറ്റ് പല മണ്ഡലങ്ങളും ബി.ജെ.പി വലിയ വിജയം തന്നെ നടത്തും, വലിയ വിജയം തന്നെ നേടുമെന്ന് തന്നെയാണ് കെ അനീഷ് കുമാർ, ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് സ്ഥാനാർത്ഥി, അദ്ദേഹം നമ്മളോട് പറയുന്നത്. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.